ഇഷ്ടമാണ്. അതുണ്ടാക്കാൻ ഈസി ആണെങ്കിൽ അതിലേറെ താല്പര്യം വരും അല്ലേ? അങ്ങനെ ഒരു സിമ്പിൾ സാഗോ ലഡു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല പേൾ പോലെ വരുന്ന ഒരു ലഡു റെസിപ്പി നോക്കാം എങ്ങനെ ചെയ്യാം. ഒരു കപ്പ് ചവ്വരി അളവിന് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയും ഒരു 5-6 ഏലക്കയും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ലഡുവിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ചവ്വരിയാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു കപ്പ് ചവ്വരി ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തില് കുതിർത്തിട്ടിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് ചവ്വരി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം ലഡുവിനകത്ത് ചേർക്കാനുള്ള കാഷ്നട്ട്സും കിസ്മിസും നമുക്കൊന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. ഇതിനകത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. കാഷ്നട്ട്സ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കിസ്മിസും നല്ലപോലെ ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇത് അവസാനം ചേർത്താൽ മതിയാവും. അതേ പാനിൽ ഒരല്പം കൂടി നെയ്യ് ഒഴിക്കാം. അതൊന്ന് ചൂടാവുമ്പോഴത്തേക്കിനും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നിറമൊക്കെ മാറി ഒരു ഗ്ലാസ് പരുവത്തിലായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അല്പം വീതം ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആദ്യം നമ്മളിട്ട പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ആ പഞ്ചസാര പാനിക്കകത്ത് കിടന്ന് നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഇനി ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതായിപ്പോൾ നല്ലപോലെ ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സും കിസ്മിസും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 2 തുള്ളി ഫുഡ് കളർ ചേർക്കാണ്. ഇത് ജെൽ കളറാണ്. ഇപ്പോൾ ഇങ്ങനെ നല്ല പാനിക്കകത്ത് കിടന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു നെയ്യുടെ ഫ്ലേവറൊക്കെ വരും. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വന്ന് ഉരുട്ടാനൊരു പരുവമാകുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കയ്യിൽ ഒരല്പം നെയ്യ് തടവി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലഡു ചെറു ചൂടോടെ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം.